ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുതിയൊരു ദിവസം കൂടെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കണിശമായിട്ടും ദൈവം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ തക്കവണ്ണം ഈ രാവിലെ സമയം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഉള്ളതായ വേദഭാഗം റോമാലേഖനം 14-ാമത്തെ അധ്യായത്തിൽ 12-13 വാക്യങ്ങളാണ്. അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമുക്കറിയാം കണക്കിന്റെ കാര്യത്തെക്കുറിച്ച്, അതായത് വിശ്വസ്തരായിരിക്കുക. അതുപോലെ തന്നെ ദൈവ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലാത്തിലും, അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഏത് കാര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുക. പലപ്പോഴും നാം പിറുപിറുപ്പുള്ളവരാണ്, അത് പാടില്ല. പിന്നെയോ ദൈവമാണ് നമ്മെ നയിക്കുന്നത്, നടത്തുന്നത്. ആയതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. അതിനായി നാം നമ്മുടെ കഴിവുകൾ, നമുക്ക് ദൈവം പല കഴിവുകൾ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സമയം, അതുപോലെ ആരോഗ്യം, ധനം, കുടുംബം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ തന്നിട്ട് ഇതൊക്കെയും എന്ത് ചെയ്യണം? നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതിനുള്ളതായ ഒരു ചുമതല, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ചുമതല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം നാം ചെയ്യുന്നത് എന്തായാലും, തിന്നാലും കുടിച്ചാലും ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ അങ്ങനെയൊരു ചിന്താഗതി വരുമ്പോൾ നാം കണിശമായിട്ട് നമ്മുടെ സമയം എപ്രകാരം ചിലവഴിക്കും? അതെ, നമുക്ക് ദൈവം തന്നിരിക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഉറങ്ങാൻ കുറച്ച് സമയമുണ്ടെങ്കിലും നാം ചിലവഴിക്കുന്നതായ സമയം, അത് കിട്ടുന്നതായ അവസരങ്ങളിലൊക്കെയും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണമാണ് നാം സമയം ചിലവഴിക്കേണ്ടത്. അതുപോലെ തന്നെ നാം ആയിരിക്കുന്ന സ്ഥലങ്ങൾ, നാം ചിലപ്പോൾ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് വിശ്വസ്തയോടെ ചെയ്യുക. അതിലൊരു കുറവും കാണിക്കരുത്. പ്രത്യേകിച്ച് ഏത് പണിയായാലും, പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു തൂപ്പുകാരനായാലും അല്ലെങ്കിൽ ഓഫീസിലെ ക്ലർക്കായാലും അല്ലെങ്കിൽ ഏത് പണി ചെയ്താലും ചെയ്യുന്ന പണി വിശ്വസ്തയോടെ ഫെയ്ത്ത്ഫുള്ളായിട്ട് ചെയ്യുക. കാരണം ഇതിനെയൊക്കെയും മാനിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ദൈവമാണ്. ആ ദൈവം നമ്മെ കാണുന്നുണ്ട്. ദൈവം ഇസ്രായേലിന്റെ പരിപാലനം എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അതുകൊണ്ട് നാം ഉറങ്ങിയാലും ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ആയതുകൊണ്ട് നാം ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളും വിശ്വസ്തരായിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പറയുമ്പോൾ ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ്, ചെറിയ കാര്യത്തിൽ, നിസ്സാരമായ കാര്യത്തിൽ പോലും വിശ്വസ്തരായിരിക്കുക. ആയതുകൊണ്ട് ഈ ദിവസം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിശ്വസ്തരായിരുന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ നോക്കണം നമ്മുടെ പ്രവൃത്തികളെ ഒരുക്കുക. അതിന് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കർത്താവും രാജാതിരാജാവും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നു, അതിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അങ്ങയുടെ ഇഷ്ടത്തിനും അങ്ങയുടെ മഹത്വത്തിനും ജീവിപ്പാൻ തക്കണം ഞങ്ങളെ ഒരുക്കണമേ. അതിന് വേണ്ട ശക്തിയും കഴിവും പ്രാപ്തിയും തരണമേ. എല്ലാം യേശുവിൽ കൊടുത്ത താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു ദിവസം കൂടി ദൈവം തന്നു, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം വിശ്വാസത്തോട് ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. ആമേൻ.